തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആര് നയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ശനിയാഴ്ച രാവിലെ 8 മുതൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ മാർബേസിൽ സ്കൂളിലും ത്രിതല പഞ്ചായത്തുകളുടേത് MA കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലുമാണ്. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 10 ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണുന്നതിന് MA കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 27 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് ഡിവിഷനുകളിലെയും ഫലപ്രഖ്യാപനം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് തന്നെ നടത്തും. ജില്ലാ പഞ്ചായത്തിന്റെ ഫലപ്രഖ്യാപനം ജില്ലാ കളക്ട്രേറ്റിലാണ് നടത്തുന്നത്. രാവിലെ 8-ന് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ ഉച്ചയോടെ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസറായ DFO പറഞ്ഞു. പോലീസ്, ഫയർഫോഴ്സ്, KSEB തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കൗണ്ടിംഗ് മാറാത്തരിഷസ് കോളേജിൻ്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയും ചെയ്യുന്നതാണ്. അതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണവും പൂർത്തിയായിരിക്കുന്നു. പോലീസ്, ഫയർഫോഴ്സ്, KSEB തുടങ്ങിയ എല്ലാ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണം ഇതിൽ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നുണ്ട്. ഒപ്പം കൗണ്ടിംഗ് വളരെ എഫക്റ്റീവായിട്ട് പൂർത്തീകരിക്കാനായിട്ട് 27 കൗണ്ടറുകൾ എല്ലാ പഞ്ചായത്തുകളും 10 പഞ്ചായത്തുകളിലായിട്ട് 27 കൗണ്ടറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇലക്ഷൻ്റെ അവസാനത്തെ ഘട്ടമായ ഈ കൗണ്ടിംഗ് ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കോതമംഗലം ബ്ലോക്കിൻ്റെ വരണാധികാരി എന്ന നിലയിൽ ഞാനും എൻ്റെ ടീമും പൂർണ്ണമായി സജ്ജമാണ്. മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ മാർബേസിൽ സ്കൂൾ ഹാളിലാണ് എണ്ണുന്നത്. 33 വാർഡുകളാണുള്ളത്. ഒരേ സമയം 4 വാർഡുകളുടെ വോട്ടുകളാണ് എണ്ണുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഏജന്റുമാർക്കുമാണ് പ്രവേശനമുള്ളത്. ഏജന്റുമാർക്കുള്ള പാസുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പാസില്ലാതെ ആരെയും പ്രവേശിപ്പിക്കില്ലെന്നും റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി. ആ പാസുമായിട്ട് വരുന്നവർക്ക് മാത്രമേ കൗണ്ടിംഗ് ഹാളിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. അത് വളരെ സ്ട്രിക്റ്റായിട്ട് പോലീസ് മോണിറ്റർ ചെയ്യുന്നതാണ്. അകത്ത് സ്ഥല സൗകര്യങ്ങൾ എപ്പോഴും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്സായിട്ടുള്ളവരല്ലാതെ ഒരാളെയും അകത്തേക്ക് നമ്മൾ കടത്തിവിടുന്നതല്ല. അപ്പോൾ കൗണ്ടിങ് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് അവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആർക്കൊക്കെയാണ് പാസ്സുള്ളവർക്ക് മാത്രമേ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഇതേ ടേബിളിൽ തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു കൺട്രോൾ യൂണിറ്റ് തന്നെയാണ് ആ ഒരു ബൂത്തിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ കാണിക്കുക. അപ്പോൾ ബ്ലോക്കിൻ്റെ റിസൾട്ട് വരുന്നത് ഇതിൻ്റെ കമ്പൈലേഷൻ കൊണ്ടാണ്. അത് നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടാണ്, കമ്പൈൽ ചെയ്തിട്ടാണ്. അതും അവിടെ വെച്ച് തന്നെ അനൗൺസ് ചെയ്യും. ജില്ലാ പഞ്ചായത്തിന് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ജില്ലയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുന്നത് കളക്ടറുടെ നേതൃത്വത്തിൽ, കളക്ടറാണ് അതിൻ്റെ ഭരണാധികാരി, അവിടെ നിന്നായിരിക്കും. ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വിജയികളെ അപ്പോൾ അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയും അവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നതാണ്. GTV ന്യൂസ്, കോതമംഗലം.